Don't underestimate his school shoes, guys. അപ്പൊ ഗൈസ് ഞാൻ ഇതിലും കൂടി ഒരു ലോങ് യാത്ര പോവാണ് അല്ലേ? അതെ ഗൈസ്, ഞങ്ങൾ രണ്ടാളും കല്യാണം കഴിഞ്ഞിട്ട് ഒന്നിച്ചിട്ട് ഇത്രയും ലോങ് യാത്ര പോയിട്ടില്ല, ഇല്ലല്ലോ. അപ്പൊ അതിനുള്ള എന്താ പറയാ ഒരുക്കത്തിലാണ്. അപ്പൊ അതിന്റെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പം എവിടുക്കാന്നുള്ളതൊക്കെ എന്താ പറയാ, വഴിയെ കാണാം എന്നും പറയാനൊന്നും വയ്യ, എന്നാലും കാണാം. പക്ഷെ അന്ന് ഇന്നലെ ഒരു വീഡിയോയില് ഇമ്മ പറയുന്നുണ്ട് ഒരു സുഹൃത്തുക്ക് മാത്രല്ല ചെറിയൊരു പ്ലാനൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് ചെറിയൊരു സംഭവം അല്ലെ അങ്ങോട്ട് നമുക്ക് പറയാനുണ്ട്. ഇൻഷാല്ലാ നമ്മള് കുറെ പേരൊക്കെ ഗസ് ചെയ്തു. കാരണം ഞാൻ ആ അൺബോക്സിംഗ് വീഡിയോ ഇട്ടപ്പോ കുറെ പേര് ഗസ് ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും നിങ്ങൾ വെയിറ്റ് ചെയ്യാ, നമുക്കും ഉണ്ടാവില്ല നല്ലൊരു ഇംപ്രഷനോട് കൂടി നമുക്കത് അവതരിപ്പിക്കണം എന്നുള്ളത്. അതിനുള്ള അന്വേഷിച്ച് പോണേ, എങ്ങട്ടാ പോണ, എവിടുന്ന തുടങ്ങണ അതിന്റെ അടിനാര് തപ്പി പോവാണ് ഗൈസ്. അങ്ങനെ ഞാനും ബാബുവും കൂടി എന്താ പറയാ അങ്ങനെയൊക്കെ ഉണ്ട്. നമ്മൾ അതിനുള്ള വീഡിയോ പിന്നെ പറയുന്നത്. അപ്പൊ ഏതായാലും ഇന്ന് 4:30 ഞങ്ങൾ ട്രെയിൻ ഇട്ട് കോഴിക്കോട് നിന്ന്. അപ്പൊ ഞങ്ങൾ അതിനുള്ള ഏകദേശം 11 മണിയായില്ലേ. നമ്മൾ പാക്കിങ് കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പൊ നമുക്ക് പാക്കിംഗ് ഉണ്ടോക്കെ അവിടെ ഞാൻ ഏകദേശം ഒക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് എന്നാലും അത് ബാഗൊക്കെ കഴുകി വെക്കാം. ഞാനിവിടെ ഇസ്തിരി ഇട്ട് ഒടുക്കി മടക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊക്കെ ബാഗൊക്കെ ആക്കിയേക്കണം. സാധാരണ നമ്മൾ പോകുമ്പോ ബാബുവോ 2 ബാഗ് എടുക്കാറില്ലല്ലേ? ഒരൊറ്റ ബാഗിൽ തന്നെ ബാബുവിനെ ചാമ്പലാണ് ഞാൻ പതിവ് ചെയ്യാറുള്ളത്. നമ്മൾ 2 ബാഗ് എടുത്തിട്ടോ. അതാകുമ്പോ നമുക്ക് കുറെ നടക്കാനൊക്കെ ഉള്ളതുകൊണ്ട് എന്താ 2 ബാഗായിട്ട് കുറച്ചിട്ട് ഇടാന്നാണ് ഇപ്പൊ പ്ലാൻ ചെയ്തിട്ടുള്ളത്. കാരണം നമ്മള് റൂം നിൽക്കാണ്ട് നല്ല നമ്മള് പെരതി നടക്കാനുള്ള ഒരു പരിപാടിയാണ് അല്ലേ? അതെ. അപ്പൊ ഏതായാലും നമ്മള് ട്രെയിനൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഇന്നലെ ഫുൾ ടെൻഷൻ ആയിട്ട്, കാരണം കുറച്ച് വെയിറ്റ് ലിസ്റ്റ് നമ്മള് 20 വെയിറ്റ് ലിസ്റ്റ് ഇട്ടിട്ടുണ്ട്. അപ്പൊ ഏതായാലും കൺഫേം ആയിട്ടുണ്ട്. 2 ബാഗ് ഉണ്ട്. പിന്നെ ഒന്ന് നമ്മളെ ബാഗാണ്, ഒന്ന് പിന്നെ ഫ്രണ്ടിന്റെ അടുത്ത് അങ്ങനെ ഒപ്പിച്ച ബാഗാണ്. 2 ബാഗ് ഉണ്ട്. ബാബുവിന്റെ ഒക്കെ ഞാൻ ഇവിടെ സോപ്പാണ്. നമ്മൾ സോപ്പ് മുതൽ ചേരുത്തിപ്പ് മുതൽ പേസ്റ്റ് വരെ കൊണ്ടുപോവാണ്. അത് പറഞ്ഞപ്പോ ആലോചിച്ചു, കഴിഞ്ഞ ഞങ്ങൾ സുഹൃത്ത് നല്ലൊരു പടലോട്ട് ഞങ്ങൾ ചേരുത്തിപ്പ് കൊണ്ടുപോകാൻ പറഞ്ഞു. അതിന്റെ പേരറിയില്ല. അപ്പൊ ചേരുത്തിപ്പ് കൊണ്ടുപോകാൻ പറഞ്ഞാണ്ട് ഞങ്ങള് അവിടുന്ന് കുളിക്കാൻ ഞങ്ങള് റൂം എടുത്തുകൊണ്ട് കുളിക്കാൻ കയറിയപ്പോ ചേരുത്തിപ്പ് ചെല്ലോ. അങ്ങനെ ഞാൻ അങ്ങാടിക്ക് ഇറങ്ങി. ഇതിന്റെ പേരറിയില്ലല്ലോ, ഇത് എന്താ ഒരു ഇംഗ്ലീഷ് പറയാൻ മഴ ആർക്കും മഴ പറഞ്ഞ ലാസ്റ്റ് ഇങ്ങനെ കുറെ വരച്ച് കാടി കൊടുത്ത് ലാസ്റ്റ് ഒരു കടക്കാരൻ എന്തോ ഒരു പേര് പറഞ്ഞു. അത് പോയി ചോദിച്ചപ്പോ അതല്ല ഇത് പേര്. ലാസ്റ്റ് എന്താ നമ്മോട് പറഞ്ഞത്, ഗൂഗിൾ ചെയ്തൊക്കെ നോക്കില്ലേ, ലാസ്റ്റ് പ്ലാസ്റ്റിക് അങ്ങനെ പറഞ്ഞ എന്തോ പറഞ്ഞല്ലേ, അയാൾ പറഞ്ഞു അങ്ങനെ പറഞ്ഞാൽ മതിയായിരുന്നു. പ്ലാസ്റ്റിക് സ്ക്രബോ എന്താണ് അറിയില്ല. നമുക്ക് കുറി നമ്മളത് കൊണ്ടുപോകും. ഇനി ഞങ്ങൾ ഒന്ന് കുടുങ്ങാനില്ല. അതന്നെ, അതിന്റെ പേരറിയില്ല നമുക്ക്. ചേരുത്തിപ്പ് നമ്മൾ അങ്ങാടി പോയി കാണാൻ കിട്ടും. പിന്നെ ഞാൻ സോപ്പ് ഒക്കെ ഇതാ ഇങ്ങനെ നല്ല എന്താ പറയാ സേഫ്റ്റി ആയിട്ട് കൊണ്ടുപോകാണ് ഗൈസ്. ഇനി ഇതൊക്കെ പാക്ക് ചെയ്യാനുണ്ട്. ബാബുവിന്റെ അത് ഞാൻ സ്ഥിരമായിട്ട് ഒക്കെ വെച്ചിട്ടുണ്ട്. ഇത് ഇന്റേതാണ്. നമ്മള് ടോട്ടൽ എത്ര ദിവസം നിൽക്കുന്നുണ്ട് ബാബു? എന്തായാലും ഒരു 5-6 ദിവസം നിൽക്കുന്നുണ്ട്. ഏകദേശം ഒരു നമ്മള് വീഡിയോ ചെയ്യണിപ്പോ 4-ാം തീയതിയാണ്. നമ്മള് റിട്ടേൺ ടിക്കറ്റ് ബുക്ക് ചെയ്തത് 10-ാം തീയതിയാണ്. അപ്പൊ 11-ാം തീയതി ഇവിടെ എത്തും. ഒരു 8 ദിവസത്തെ സുഹൃത്തുക്കൾ ഞങ്ങൾ ഏകദേശം നാളെ ഒരു ഈവനിങ് ഒരു 5-6 എത്താന്. അപ്പൊ പിന്നെ അവിടെ ഒരു സ്റ്റേ ചെയ്ത് അവിടെ വേറൊരു പ്രോഗ്രാം ഉണ്ട്. ഞങ്ങൾക്ക് പ്ലാൻ അല്ല, നമുക്കൊരു ചെറിയൊരു പ്രൊമോഷൻ പ്രോഗ്രാം ഉണ്ട് അവിടെ. ഒരു വീഡിയോ ചെയ്യാണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെ സംഗതികളൊക്കെ നമുക്ക് നോക്കാണ്ട്. അപ്പം ഗൈസ് നമുക്ക് ഇത് ഒരുക്കിയേക്കാം. എനിക്ക് ഇടാനുള്ളത് ഞാൻ ഇത് റിംഗ് ലൈറ്റ് സൈഡിലാക്കി വെച്ചു കേട്ടോ. ഇത് എനിക്ക് ഇടാനുള്ളതാണ്, ഞാൻ ഇസ്തിരിട്ട് വെച്ചതാണ്. അപ്പൊ എന്തായാലും ഇനി ഇതൊക്കെയാണ് കാര്യങ്ങൾ. നമുക്ക് പാക്ക് ചെയ്യില്ല ബാബുനാ? പാക്ക് ചെയ്യാം. കാരണം തരണോ ടൈം നമുക്ക് വഹിക്കണ്ട. കാരണം പറഞ്ഞാലേ ബസ്സിന്റെ കാര്യ, നമുക്ക് ഇവിടുന്ന് ബസ്സിനാണ് പോകേണ്ടത് കോഴിക്കോട്ടേക്ക്. ഞാൻ പറഞ്ഞു തിരൂരിന് കയറാം. അപ്പൊ ബാബു വേണ്ട, നമുക്ക് കോഴിക്കോട്. തിരൂരിന് കയറാൻ സുഖമാണ്. പക്ഷെ ഇവിടുന്ന് നമുക്ക് കോഴിക്കോട്ട് കാണാൻ ഒറ്റ ബസ് കയറിയാൽ മതി. തിരൂരിന്ന് പറഞ്ഞാല് ഇവിടുന്ന് മലപ്പുറം പോയിട്ട് അവിടുന്ന് തിരൂർ പോകണം. നോക്കട്ടെ. പിന്നെ നമുക്ക് ട്രെയിൻ പിടിക്കണം. ഒന്നുകൂടി പിന്നെ അത്രത്തോളം നമ്മൾ ട്രെയിനിൽ ഇരിക്കണം. അതാണ് വലിയ വിഷയം. കാരണം തിരൂരിന് ഏകദേശം 1 മണിക്കൂർ യാത്ര നമുക്ക് കോഴിക്കോട്ടേക്ക് ഉണ്ട്. ട്രെയിനിലും 3/4 മണിക്കൂറുണ്ട്. നമ്മൾ ആദ്യം എന്താ ചെയ്യാൻ വേണ്ടി പോണെന്ന് വെച്ചാൽ ഇത് ബാബുവിൻ്റെതും ഇന്റേതും ആണുള്ളത്. അപ്പോൾ ബാബുവിൻ്റെ ഇസ്തിരി ഇട്ടോണ്ട് തന്നെ ഇന്റേതും ഇസ്തിരി ഇട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ എത്തുമ്പോഴത്തെ ചുളുങ്ങാതിരിക്കാൻ വേണ്ടി നമ്മൾ ആദ്യം ഒന്ന് കവറിലിട്ട് സെറ്റാക്കിയതിന് ശേഷമാണ് നമ്മൾ ബാഗ് കണ്ടാക്കുന്നത്. ബാബുവിന്റെ നമ്മള് പോകുമ്പോഴേ ഓരോ ദിവസത്തും കവറിൽ സെറ്റ് ആക്കല നല്ല സുഖം എടുക്കാൻ സുഖമാണ്. വലിച്ചു വാരിടേണ്ട ആവശ്യമില്ല. ബാബു ഏറ്റുന്ന ബാഗിൽ ബാബുവിൻ്റെതും ഞാൻ ഏറ്റുന്ന ബാഗിൽ ഇന്റേതുമാണ് ആക്കാൻ വേണ്ടി പോണത്. അതാകുമ്പോൾ രണ്ടാക്കും വെയിറ്റ് അറിയില്ല. നമുക്ക് ഇങ്ങനെ കുറേ നടക്കേണ്ടതല്ലേ. സാധാരണ ഞങ്ങൾ ടൂർ പോകുമ്പോൾ എന്താ ചെയ്യലേ അറിയോ,
ഒരു ബാഗിൽ നിറച്ച് കുത്തി നിറച്ചിട്ട് ബാബുവിന്റെ അടുത്താണ് ഏൽപ്പിക്കല. ഞങ്ങൾ ഫ്രീ ആയി നടക്കല. അപ്പൊ ബാബുവിനെ മാത്രം അത് ഏൽപ്പിക്കണ്ടെന്ന് വിചാരിച്ചു, ഞാനും കൂടി ഏറ്റാന്ന് വിചാരിച്ചു. അപ്പൊ എന്തായാലും നമുക്ക് ഇതിങ്ങനെ പാക്ക് ചെയ്ത് തുടങ്ങാം കേട്ടോ. ബാബുവിന്റെ ഷർട്ടൊക്കെ ഒരു ഇതിലാക്കല്ലേ, എൻ്റെ നല്ല വീതിയുള്ള ഷർട്ടല്ലേ, ഇതിലാക്കല്ലേ. നമുക്ക് ഇതിലാക്കാം. കുറച്ചുകൂടി സാധനം ഇറക്കാണ്ടല്ലേ. ഇത് ഡ്രസ്സ് മാത്രമാണ്. ഇതിന്റെ കോസ്മെറ്റിക്സ് അതേമാതിരി കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നോട് പറഞ്ഞതെന്നറിയോ, ഒരുപാട് സാധനങ്ങളൊന്നും എടുക്കാൻ നിൽക്കണ്ടല്ലോ, അതൊക്കെ ഏറ്റു വലിച്ച് അടക്കണ്ടേ അറിയുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് പാക്ക് ചെയ്യാൻ തുടങ്ങാം. നമുക്കേ ഉള്ളതൊക്കെ ഒറ്റ ഇതിലാണ്ടാക്കാൻ പറ്റിയാല് ഞാൻ കറക്റ്റ് ഇപ്പൊ നമ്മള് രണ്ടാക്കും 6 ഈച്ച കൂട്ടി ഡ്രസ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇടണം കൂട്ടിയിട്ടാ ലേറ്റ് ആയിട്ട്. ഞാൻ സാധാരണ ഗൗണൊക്കെ എടുക്കാറില്ലേ, പക്ഷെ ടോപ്പ് അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ സാധനങ്ങളാണ് എടുത്തിട്ടുള്ളത്. സുഹൃത്തിലൊക്കെ പോയത് ഡൽഹിയിലൊക്കെ പോയത് ഒന്നാം തരനോ കട്ട വെയിലാണ്. ഇപ്പൊ കുറച്ച് ഞാൻ വെതറൊക്കെ നോക്കിയപ്പോ അത്രക്ക് വെയിലില്ലതിലോ, അത്യാവശ്യം വെയില് കുറവുണ്ട്. പിന്നെന്ന് പറയാന് അന്ന് ഞങ്ങൾ കുറെ ഡ്രസ്സ് കൊണ്ടുപോയിട്ട് ഇടാത്ത ഡ്രസ്സിന് 4-4 ഇങ്ങോട്ട് കൊടുക്കും. അപ്പൊ നമുക്ക് എത്ര അങ്ങനത്തെ യാത്ര എപ്പോഴും ലേറ്റ് വെയിറ്റ് ഡ്രസ്സാ സുഖം. അപ്പൊ അങ്ങനെ ആക്കാനുള്ള ഉദ്ദേശം ഞങ്ങൾക്ക് പറഞ്ഞ പ്രൊമോഷന്റെ അന്ന് നല്ലൊരു ഡ്രസ്സ്, പിന്നെ നമുക്ക് അവിടെ തെരുവോരങ്ങൾ അലയാനുള്ളതുകൊണ്ട് തന്നെ അധികം നല്ല ഡ്രസ്സൊന്നും എടുത്തുവച്ചിട്ടില്ല. പിന്നെ റൂമിലിടാനുള്ള 2 നൈറ്റി, ബാബുവിന് തുണി, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് എടുത്തു വെച്ചിട്ടുള്ളത്. അപ്പൊ ഇന്റെ ഡ്രസ്സൊക്കെ ഒറ്റ കവറിൽ എങ്ങനെയെങ്കിലൊക്കെ ആക്കും. ഇങ്ങനെ ബാബു ഇന്റെ കഴിഞ്ഞ് എല്ലാം എടുത്തിട്ടില്ലോ. നമുക്ക് ഇങ്ങനത്തെ വാങ്ങാനുള്ള കാര്യമായിട്ട് ഗുളിക വാങ്ങണ്ടല്ലോ. ഗുളിക പനിന്റെ ഗുളികയും നമുക്ക് അലർജിന്റെ ഒക്കെ ഉണ്ട്. ഇനി നമുക്ക് അതേമാതിരി ചെറിയൊരു പനി, ചെറുതായിട്ടൊരു പനി ഇങ്ങനെ കോൾഡ് ഇങ്ങനെ കുറച്ചുണ്ട്, കുറച്ച് അടുത്ത് കൂടെ പോണുള്ളൂ. അപ്പൊ ഇനി ചിലപ്പോ ട്രെയിനിൽ ഇരുന്ന് കാറ്റൊക്കെ കൊണ്ടുണ്ടെങ്കിലേ. അതേമാതിരി എനിക്ക് എപ്പോഴുള്ള സംഭവമാണ് അലർജി. അത് ഭയങ്കര ടാസ്ക്. അപ്പൊ അതിന്റെ ഗുളികയുണ്ട്. ഇത് മറ്റേ എന്താ പറയാ, കുട്ടികളെ മാതിരിയാണ്. ചെറിയ പൂച്ചരോമം തട്ടിയാലും ഇതിന് വെച്ചാതോ ഫുള്ള് ചൊറിഞ്ഞുകാണ്ട് മാന്തിക്കാണ്ട് നമ്മളെ എടുങ്ങാറോ. അതുകൊണ്ട് നമ്മൾ എപ്പോഴും കരുതേണ്ട ഒരു സാധനമാണ് അലർജിന്റെ ഗുളിക. ട്രെയിൻ യാത്രയിലൊക്കെ അതല്ല ഈ കുട്ടികൾക്ക് പമ്പേഴ്സ് കൊണ്ടെടുക്കൂല, അതേമാതിരി അതുണ്ടെങ്കിൽ ഇതിന് എന്താ ഇപ്പൊ അടുത്തൊന്നുമില്ല. ഞാൻ കല്യാണം ഞാൻ ടൈമിലൊക്കെ ഇപ്പൊ ഇല്ലല്ലോ അധികം. ഇത് ചൊറിഞ്ഞ് കണ്ണൊക്കെ കണ്ട് ചോര കട്ടമായിരിക്കും. പിന്നെ ഇവിടെ വരില്ല പൂച്ചുള്ള ടൈമില്. ബാബു എന്നോട് പറഞ്ഞു, ഞാൻ കണ്ടേ ഈ പൂച്ച ഉണ്ടെങ്കിൽ അറിയുന്നോട്. ഓ ഇതെടുത്തക്കണ്ടേ? അതെടുത്തൊക്കെ ഇതെന്താണ് കേസ്, നമ്മളെ പോകുമ്പോ നമ്മള് ചെലവും കാര്യമൊക്കെ എഴുതാൻ കേട്ടോ. നമുക്ക് അറിയണല്ലോ നമ്മള് യാത്രയിൽ എത്ര എക്സ്പെൻസ് ഒന്നും. ഏത് ഷർട്ടാണ് ഇപ്പോ ബ്ലൂ ഇതെടുത്തോ. ട്രൗസറാ വെള്ള തുണി ഇടണേ? ഏതല്ലേ ട്രൗസർ അല്ലേ? ട്രൗസർ ഇടുക. ആ വൈറ്റ് ഇട്ടോണ്ടി. വൈറ്റ് ട്രൗസർ ഇടാ. ട്രൗസർ അവിടെ കേട്ടോ. ഇത് ഇതേമാതിരി ഉണ്ടാവേക്കൂല അടത്തുമ്പോഴത്തേന്. അറിയില്ല, നമ്മള് ലോഡ് വല്ലാതില്ലാത്തോണ്ട്. വെള്ളത്തുണി സെപ്പറേറ്റ് കവർ ഇല്ല. കവർ ജനാലിന്റെ ഇടുക്കില ഇങ്ങാണ്ടേ 3-4 കവർ ഇങ്ങനെ മടക്കി വെച്ചിട്ടാ. പക്ഷെ ഇജ പൂത്തതൊന്നല്ല. ഇജ ജനാല തുറന്നപ്പോ അത് അപ്പുറത്തേക്ക് വീണ്ടും നഞ്ഞെടുക്കണ്ട. അവിടെ നല്ല പുതിയ കവർ. സങ്കടാണ് കവറൊക്കെ അങ്ങനെ കേട്. ഞാനെന്നാ ജനാല തുറന്ന് സങ്കടമാണ് കവറൊക്കെ അങ്ങനെ കേടിടുമ്പോ. അപ്പൊ നമ്മളൊരു പുതിയ ഒരു സാധനം വാങ്ങിച്ചിട്ടുണ്ടോ, ഹാപ്പി പോളെ എത്രയാണ് 3000 mAh ബാറ്ററിയാണ്. പക്ഷെ ഇത് നമ്മൾ കരുതിയ മാതിരില്ല, കാനം 2 കിലോ തോന്നുന്നുണ്ട്. ഭയങ്കര കാനാണ്. മേലുണ്ട് എന്തായാലും പിടിച്ചാല് പെരുങ്കാനം. സംഗതി 65 വാൾട്ടൊക്കെ ഉണ്ട്. ഗൈസ് എനിക്ക് ഇനിയിപ്പോ ബാബു ദേഷ്യം വരുന്ന ടൈമിൽ എന്തെങ്കിലും കാട്ടിയാലും ഒരൊറ്റ അടി എടുത്താൽ തിരിച്ചും കിട്ടും മണ്ടക്ക്. എന്ത് കറണ്ടിന്റെ ഒരു ആട്ടൊക്കെ ഉണ്ട് സംഭവം. പക്ഷെ കുഴപ്പമൊന്നുമില്ല, നല്ല അത്യാവശ്യം നല്ല ചാർജ് ഇത് കണ്ടിട്ട് നല്ലതാട്ടോ. ചാർജ് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്, സെറ്റാണ്. പക്ഷെ നമുക്ക് ഒരു സിമ്പിൾ യൂസിന് നടക്കൂലേ ബാബു. ആനപ്പുറത്ത് പോകുവാണ്, ആരും കാണാൻ പാടില്ല നടക്കൂലേ. ഇപ്പൊ അത് ഞങ്ങള് 30,000 mAh ബാറ്ററി ഉണ്ടായിരുന്നപ്പോൾ നേരത്തെ 3000 പറഞ്ഞ ആവശ്യമായിട്ട് 30,000 ഉണ്ട്. 30,000 mAh ബാറ്ററിന്റെ ഇപ്പം നമുക്ക് ആവശ്യമില്ലേ, അങ്ങനെ എടുത്താണ്. ജാസ്തി കനമ്പായി. കുഴപ്പമൊന്നുമില്ല, നമുക്ക് യൂസ് ചെയ്യാനുണ്ടല്ലോ സാധനം. പക്ഷെ ഇതിന്റെ കേബിൾ അത്യാവശ്യം കേട്ടോ. ഇതിന്റെ കേബിൾ അത് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കി 2.5 മണിക്കൂർ ചാർജ് ഫുള്ളാകാൻ. നമ്മളെ വള്ളിയാണെങ്കിൽ 1 മണിക്കൂർ 1:10 1 മണിക്കൂർ 10 മിനിറ്റും നമ്മൾ സാധാരണ നമ്മൾ ചാർജ് ചെയ്യണ മാതിരിയാ. ഇതിന്റെ വള്ളി പോരാ. ഇതെന്താ മെയിൻ ആയിട്ട് വാങ്ങുക കാരണം വെച്ചാല് നമുക്ക് ഈ ട്രാവൽ ചെയ്യുമ്പോൾ ചാർജ് ചെയ്യണ ഭയങ്കര ഇഷ്യൂ. നമുക്ക് ഇതിന്റെ വള്ളി USB കേബിൾ ആണ്. നമ്മളെ സീ പോർട്ടാണ്. അപ്പൊ അത് ഓക്കെയാണ്.
ഇതിപ്പോ 3 ഒപ്പം കുത്താൻ തോന്നുന്നു. ഓക്കെ, അപ്പൊ അതാണ് മെയിൻ ആയിട്ട് വാങ്ങാൻ കാരണം. കഴിഞ്ഞ പ്രാവശ്യം തന്നെ നമുക്ക് വീഡിയോ ഒക്കെ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു, ഫോൺ സ്വിച്ച് ഓഫ് ആയിട്ടില്ല ബാബു. നമ്മൾ ഓരോരുത്തർ സ്ഥലത്ത് പോയി കുത്തിവെക്കും, ഹോട്ടലിൽ പോയി കുത്തിവെക്കും, ഹോട്ടലൊക്കെ പോയാണ്ട്. ആ ഷോപ്പിൽ പോയി കുത്തിച്ച്. ഇതാകുമ്പോ നമുക്ക് ചാർജർ 2 ചാർജർ ഉണ്ടെങ്കിൽ ഫോൺ അങ്ങ് നടക്കാം, ഇതും നടക്കാം. അത്യാവശ്യം വരുമ്പോ ഇതിൽ നമുക്ക് ചാർജ് ചെയ്താൽ മതി. നമ്മള് ഇതിലേ എനിക്ക് നമ്മളെ ബാഗ് മതി പറഞ്ഞാണ്ട് ഇപ്പൊ ഞാനത് അടച്ചപ്പോ സെറ്റ് ആയി കിടക്കുന്നുണ്ട്. കുറച്ച് വലിപ്പം കൂടുതലുള്ള ബാഗാ. അത് നമ്മൾ എല്ലായിടത്തും കൂടെ കൊണ്ടുള്ള ബാഗല്ലേ. ഒന്നാമതെന്താ പറയൊക്കെ എനിക്ക് പാർസൽ ഏതുണ്ടായിട്ട് അറിയാം. ജെറോസിന്റെ അവരൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ ഗൈസ് നമ്മൾ ഇതാ മാറ്റി ഒരുങ്ങി പുറത്തിറങ്ങിയിട്ടുണ്ട്. ബാബു ലഗേജ് ഒക്കെ ഓരോന്ന് അറിയുന്ന ഈ പുറത്തൊക്കെ ഇറക്കി വെക്കാണ് കേട്ടോ. അപ്പൊ ഗൈസ് എന്തോണി രാത്രി കഴിക്കാനുള്ള ഫുഡ് ആദ്യം ഞാൻ പറയാൻ പറഞ്ഞു. ഈ ഞങ്ങള് രാത്രിക്കത്തെ ഫുഡ് നമ്മള് വീട്ടിൽ നിന്ന് കൊണ്ടുപോകാണ് കേട്ടോ. ഞങ്ങള് ചോറുണ്ടാക്കാൻ പിന്നെ രാത്രി ചോറ് വേണ്ടിട്ട് ബീഫ് കുറച്ചുണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ചപ്പാത്തി. ബീഫ് നമ്മളെ മെയിൻ സാധനമായിട്ട് ബീഫ് ബാബു നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സാധാരണ ഇത്ര നന്നാവാറൊന്നും ഇല്ല. ഇത് പൊട്ടൻ ലോട്ടറി അടിച്ച മാതിരിയാണ്. ഇന്നത്തെ എന്താ അറിയില്ല, നല്ല രസമുണ്ട്. അപ്പൊ എന്തായാലും ഗൈസ് നമ്മള് ഇനിയിപ്പോ ബീഫ് പാർസലാക്കാണ്ട് ബാക്കിയൊക്കെ ലഗേജ് ഒക്കെ സെറ്റ് ആക്കിയല്ലോ. കൊണ്ടുപോകാറുള്ള 2 ബാഗാണിത്. ബാബു അങ്ങോട്ട് പോയിട്ടുണ്ട്. മമ്മി വാങ്ങട്ടെ. മമ്മി കിടന്നു. ഈ നേരം ഞങ്ങൾക്ക് ഉറങ്ങാനുള്ള ടൈമാണ്. നോക്കട്ടെ ബീഫ് ഒക്കെയാണോ. ബീഫ് എത്ര ഒന്നും അല്ലേന്നിട്ടാ, മൂപ്പരാള് തിന്ന് കഴിച്ചതാണ്. ഞങ്ങൾ ഉച്ചക്ക് ഫുഡ് കഴിച്ച് അതിന്റെ ബാക്കിയുള്ള ബീഫാണ്. പിന്നെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ബീഫ് ഞാനും ബാബു മാത്രമേ കഴിക്കുള്ളൂ ലാബോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ വെച്ചിട്ടും കാര്യമില്ല. പിന്നെ നമ്മള് മെയിൻ ആയിട്ട് കൊണ്ടുപോകണം എന്ന് വിചാരിച്ചിട്ടാണ് അല്ലേ. അപ്പൊ ഇതിനായിരുന്നു ഞാൻ വിചാരിച്ചു. പിന്നെ എത്തിന്ന് വെച്ചിരുന്ന ബാഗൊക്കെ ചെയ്യുന്നത് ചെറുക്കെന്നാ ഞാൻ എന്നാ അത് പൊഞ്ഞിച്ചിക്ക വിചാരിച്ചിക്ക. അപ്പൊ എന്തായാലും ഗൈസ് ഇത് നമുക്ക് കഴിക്കാനുള്ള പ്ലേറ്റും കൂടിയാണ് കേട്ടോ. അപ്പൊ അത് എടുത്തേക്കേണ്ടി. അപ്പൊ എന്തായാലും ഇതിൽ പാർസലാക്കട്ടെ. പാർസൽ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഫുള്ളെന്ന് പറയാനൊന്നും ഇല്ല ഗൈസ്. ഇപ്പൊ ഇതിനെക്കാട്ടി ഞങ്ങൾ 2 ഉച്ചക്ക് നല്ല കട്ടട്ടി നല്ല രസമുണ്ട് കേട്ടോ. ഞാൻ തോന്നി ഇങ്ങനത്തെ പറ്റിയെന്ന് അറിയില്ല. നല്ല ടേസ്റ്റ് ഉണ്ട് ഉണ്ടാക്കിയത്. എന്തേ മടക്ക ഞാൻ സ്പെഷ്യൽ ഞാൻ പൊതിന ആളെ ഏൽപ്പിച്ചിരിക്കുന്നു. ഒരു എക്സ്പെർട്ടാണെന്ന് പറഞ്ഞോളൂ. ഒരു കവറിട്ടാണല്ലോ. അപ്പൊ ഏതായാലും കുറച്ച് ടൈം നേരം 2:30 കുറച്ചില്ല. അങ്ങനെ ഗായ്സ് ബാബു ഓട്ടോറിക്ഷ വിളിക്കാൻ വേണ്ടി പോയതാണ്. നമ്മൾ ഇവിടെ നിന്ന് നേരെ അങ്ങാടിക്ക് ഇറങ്ങാണ്ട് അവിടുന്ന് കോഴിക്കോട് ബസ് കയറി സ്റ്റേഷനിൽ പോകും. അങ്ങനെയാണ് വിചാരിച്ചിട്ടുള്ളത്. നമ്മൾ ആദ്യം തിരൂർക്ക് പോകണമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ എന്താണ് അതിൻ്റെ ഇടയിൽ ചെറിയൊരു വീഡിയോ എടുക്കാനുള്ളതുകൊണ്ട് തന്നെ നേരം വൈകി. ഇപ്പം തന്നെ ഒരു 2:45 ടൈം ആയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. അപ്പോൾ എന്തായാലും സാധനമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. മദർ ഇൻ ലോ ഇവിടെ ഇരിക്കണുണ്ട്. മമ്മി ഞങ്ങൾ പോയിട്ട് തരട്ടാ. ഇടയ്ക്ക് വിളിച്ചോണ്ടി കേട്ടോ. ഞാൻ വിളിക്കണ്ട, ഇങ്ങോട്ട് വിളിച്ചോണ്ടി. നിങ്ങൾ ഇങ്ങോട്ട് വിളിച്ചോണ്ടി. അപ്പോൾ എന്തായാലും ഞങ്ങൾ പോയിട്ട് വരാം. അസ്സലാമു അലൈക്കും. വണ്ടി വന്നപ്പോൾ പോവും. അപ്പോൾ ഗൈസ് നെക്സ്റ്റ് വീഡിയോ കാണാം. ടാറ്റാ.